വാട്സ്ആപ്പ് യൂട്യൂബ് വിച്ച് ഡാം ബോയ്. നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് ഫ്ലോപ്പായി പോയെങ്കിലും നെയ്യാറ്റിങ്കര ഗോപന്റെ സമാധി ഇപ്പോൾ സകല സ്ഥലത്തും ട്രെൻഡിങ് ആയിട്ട് ഓടുന്നുണ്ട്. ഇപ്പൊ ഏത് ന്യൂസ് ചാനൽ തുറന്നാലും സമാധി സമാധി സമാധി, നെയ്യാറ്റിങ്കര ഗോപന്റെ സമാധി, അത് മാത്രമേ കാണാനുള്ളൂ. ആദ്യമായിട്ടാണ് ഒരാളുടെ സമാധി ഇത്രയ്ക്ക് ചർച്ചാ വിഷയമായതായിട്ട് ഞാൻ കാണുന്നത്. അതിനൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഒരാളുടെ മരണ വാർത്ത എന്നെ ഇത്രയധികം ചിരിപ്പിക്കുന്നത്. ഏറ്റവും പോലെ എന്തൊക്കെ കോമഡിയാണ് നടക്കുന്നത് ഇവിടെ. ഒരു മരണ വാർത്തയാണ്, ചിരിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല എന്ന് എത്ര കൺട്രോൾ ചെയ്ത് പിടിച്ച ആ ന്യൂസ് കാണാതിരുന്നാലും അവസാനം ഞാൻ പൊട്ടി ചിരിക്കാതെ ഒരു ന്യൂസ് പോലും കണ്ടു തീർന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും പരിപാടികളിലേക്ക് കിടക്കാൻ കഴിയും. നമുക്ക് ഗോപേട്ടന്റെ സമാധി കണ്ടിട്ട് വരാം. ആദ്യം തന്നെ വിഷയത്തിനെ പറ്റി ഒരു ബ്രീഫ് നമുക്ക് നോക്കാം. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്നാലും നമുക്ക് എങ്ങനെയാണ് ഇത് ഇത്ര വലിയ വിഷയത്തിലേക്കായത് എന്നുള്ളതിന്റെ തുടക്കത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. നെയ്യാറ്റിൻകരയിൽ അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്ത് സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് പ്രശസ്തമായത്. അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അയൽവാസികൾ രംഗത്ത് വന്നതോടെ കഥ മാറി. വീടിന് മുന്നിൽ സമാധിയിരുത്തിയെന്ന് മകൻ അവകാശപ്പെടുന്ന കല്ലറ പൊളിച്ചു പരിശോധിക്കാൻ പോലീസ് എത്തി. ഇതോടെ ഒരു വിഭാഗം, ഞാൻ ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഇത് മാത്രമല്ല, ഇതിന് മുന്നേ ഞാൻ കുറെ ന്യൂസ് കണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ വിഷ്വൽസ് ഇങ്ങനെ മൈൻഡിലേക്ക് തിരിച്ചു വരുന്നതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഇത്ര സീരിയസ് ആയിട്ട് ഇവർ പറയുമ്പോഴും ഞാൻ ചിരിക്കുന്നത് പുച്ഛഭാവത്തോടെയാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് മറ്റ് ന്യൂസുകളൊന്നും തലേന്ന് പോകുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ക്ഷമിക്കുക. ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക. എതിർപ്പുമായി എത്തി. എന്തായാലും ഗോപൻ സ്വാമി ഗൂഗിൾ സെർച്ചിലടക്കം ട്രെൻഡിംഗ് ആണിപ്പോൾ. നെയ്ത്ത് ജോലിയും ചുമട്ടുതൊഴിലുമൊക്കെ ചെയ്തു പോന്നിരുന്ന ആളാണ് ഇന്ന് ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ. അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവിളയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. നെയ്ത്ത് തൊഴിലാളിയായാണ് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത്. പിന്നീട് ചുമട്ടുതൊഴിലിലേക്ക് മാറി. അതിയന്നൂരിൽ നിന്ന് പിന്നീട് ആറാലുംമൂട്ടിലേക്കും കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. ഇവിടെ BMS AITUC യൂണിയനുകളിൽ ചുമട്ടുതൊഴിലാളിയായി ജോലി നോക്കിയിരുന്നു. അതിനിടയിലാണ് ആത്മീയതയുടെ വഴിയിലേക്ക് മാറുന്നത്. 20 വർഷത്തിനു മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെക്കുന്നത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവൻ എന്ന ക്ഷേത്രം നിർമ്മിച്ച് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിച്ച് പൂജ തുടങ്ങി. അർദ്ധരാത്രിയിൽ ആഭിചാര കർമ്മങ്ങളടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഗോപൻ. ഏതാനും മാസങ്ങളായി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലുമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് ഗോപൻ സ്വാമി മരിക്കുന്നത്. അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു. സമാധി ഇരിക്കാനായി 5 വർഷം മുൻപാണ് ഗോപൻ സ്വാമി പത്മപീഠം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഗോപന്റെ കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ്. നിലവിൽ നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപനെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ്. ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ ആദ്യം പറഞ്ഞത്. എന്നാൽ ഗോപൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുള്ളതിനാൽ സമവായമുണ്ടാക്കി കല്ലറ പൊളിക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഗോപൻ സ്വാമി പണ്ട് ചുമട്ടുതൊഴിലാളിയായിരുന്നു, പിന്നീട് ആത്മീയതയുടെ പാതയിലേക്ക് വന്നതാണ്. ഓക്കെ, ആവാം, അത് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ മറ്റേ ശ്രീബുദ്ധനൊക്കെ പണ്ട് രാജാവൊക്കെ അല്ലായിരുന്നു, ആത്മീയതയിലേക്ക് വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗോപൻ സ്വാമിക്ക് ചുമട്ടുതൊഴിലാളിയായിരുന്നാലും എന്ത് ചെയ്യാം, ആത്മീയതയുടെ പാതയിലേക്ക് വരാം. ചുമട്ടുതൊഴിലാളിയായിരുന്നു, പിന്നീട് ആത്മീയതയുടെ പാതയിലേക്ക് വന്നു. അമ്പലം പണിതു. അമ്പലത്തിൽ ആഭിചാര കർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ ബ്ലഡി ഫൂൾസ് പറഞ്ഞു വരുത്തുന്നു. നാട്ടുകാർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല, നാട്ടുകാർക്ക് എന്തും പറഞ്ഞു വരുത്താം. അഭിചാരം ഉണ്ടാവാതിരിക്കാം, എന്തിലൊക്കെ ആവട്ടെ. അപ്പോൾ വിഷയങ്ങളുടെ തുടക്കമൊക്കെ എന്ന് പറയുന്നത് ഗോപൻ സ്വാമി ഒരു ദിവസം പെട്ടെന്ന് രാവിലെ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ നാട്ടിൽ ഉയരുന്നു. ആരും സ്വാമി സമാധിയായത് കണ്ടിട്ടില്ല, മരിച്ചു എന്ന് ആരും മരിച്ചതാരും കണ്ടിട്ടില്ല. ഗോപൻ സ്വാമി വയ്യാതെ കിടക്കുകയായിരുന്നു എന്ന് മാത്രമേ അറിവുള്ളൂ. മക്കളെല്ലാം വന്ന് പറയുകയാണ് ഗോപൻ സ്വാമി സമാധിയായി പോയി, സ്ലാബിട്ട് മൂടി എല്ലാം കെട്ടിപ്പൂട്ടി അടുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ കാണുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങളിലും വൈരുദ്ധ്യം കണ്ടിട്ട് നാട്ടുകാർ കൊണ്ട് കേസ് കൊടുക്കുന്നു. പോലീസ് ആവുന്നു, ബഹളമാകുന്നു, RTO വരുന്നു, കളക്ടർ വരുന്നു, കോടതി വരുന്നു, എല്ലാം ആകുന്നു. അലവിളി ബഹള ന്യൂസ് ചാനലുകാര് മൊത്തത്തിൽ അലമ്പായിട്ടുണ്ട്. അങ്ങനെ ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് ഗൂഗിൾ ട്രെൻഡിലേക്ക് എത്തിയ ഗോപൻ സ്വാമി ഒരു കില്ലാടി തന്നെ. പരാതിയെല്ലാം കിട്ടി പോലീസ് വന്ന് കല്ലറ പൊളിക്കാൻ പോവുകയാണ്. കല്ലറ പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ പോലീസ് വരുന്നു, നാട്ടുകാരെല്ലാം വരുന്നു, ഓടിക്കൂടുന്നു, ബഹളമാകുന്നു. ഗൈസ്, മോൻ അച്ഛൻ്റെ അടുത്തിരുന്നോളെന്നൊക്കെ എന്തടാ ഇങ്ങനെ കൂതേ. എത്ര വർഷം കൂടി പറയാം. മരുത്ത മലയിൽ
അച്ഛൻ സന്യാസ ജീവിതത്തിൽ എന്റെ അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളെ മൃത്യു കണ്ടിട്ടേ തൊടുള്ളൂ. ഞാൻ ആദ്യം മരിക്കും. എന്റെ മൃത്യുവായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോകുന്നത്. ഇല്ല അങ്ങനെ പറയുന്നത് എവിടെ അങ്ങനെ എന്റെ പ്രാണനെ പോയിട്ടേ തൊടുള്ളത്. ആദ്യം സമാജം നിങ്ങളെല്ലാം പഠിച്ചിട്ട് ആദ്യം ഈ മുസ്ലിം തീവ്രവാദികളാണ് സത്യ തീവ്രവാദികളാണ്. ആ അത് ശരി. കല്ലറ പൊളിക്കാൻ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്ക് വർഗീയത വലിച്ചളിക്കുകയാണ്. എന്ത് കാര്യം? വെറുതെ ആൾക്കാരെ തമ്മിൽ തെളിക്കാനായിട്ട് അലവിളി ബഹളമൊക്കെ ആയിട്ടും ആൾക്കാരൊന്നും പുറകോട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്ക് കുറച്ച് വർഗീയത എടുത്തിടാം എന്ന് തോന്നിക്കാണും. മുസ്ലിം തീവ്രവാദികളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് പറയേണ്ട എന്ത് ആവശ്യമാണുള്ളത്? എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് അവരെ ഇതിലേക്ക് വലിച്ചടിക്കുന്നത്? നാട്ടുകാരുടെ വാക്കൊന്നും കേട്ട് ആരും ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറയുന്നത്. ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഞാൻ അറിയാതെ തുറന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നമുക്ക് കുറച്ച് കമന്റ്സ് കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ കണ്ട് ഞാൻ എങ്ങനെ ചിരിക്കായിരിക്കും നിങ്ങൾ പറ. കോഴിക്കടയിൽ ചിലപ്പോൾ ഇങ്ങനെ തളർച്ച കേൾക്കാറുണ്ട്. കോഴിയെ ത്രാസിൽ തൂക്കുമ്പോൾ മകൻ തള്ള ഓവർ ആക്ട് ചെയ്ത് എല്ലാം കുളവാക്കുന്നതാണ് തോന്നുന്നത്. കാന്താര അമ്മൂമ്മ മോനെ ശരിയാണ്. കാന്താര 2 മിക്കവാറും അമ്മൂമ്മയെ കാസ്റ്റ് ചെയ്യുമെന്നാണ് ഈ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എജ്ജത് അലർച്ച അലയിരുന്നേ സീൻ പെർഫോമൻസ് തന്നെ. കാന്താര ഡയറക്ടറിന് ഇതൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അമ്മൂമ്മ പിന്നെ വേറെ ലെവൽ. ഇമാതിരി ലോക്കൽ അലമ്പ് കൂവലൊന്നും അറിയത്തില്ല. ഡബ്ബിംഗ് സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് അപാര അലർച്ച അലറ. അപ്പം കാന്താര 2 അമ്മൂമ്മയെ എത്രയും വേഗം കാസ്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അമ്മച്ചിക്ക് പണ്ട് മീൻ കച്ചവടമായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാത്തിനും സമാധിയാക്കി. പുള്ളി മരിച്ചിട്ടേ ആ കല്ലറ പൊളിക്കാൻ ആൾക്കാർ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാം ഉടനെ തന്നെ സമാധിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. സമാധിയായി ഇരിക്കുന്ന അപ്പൂപ്പൻ മൈര ഇതിനകത്തും സമാധാനം തരില്ലേ? നാശങ്ങൾ ചെവിക്കകത്തോട്ടാണല്ലോ കൂവുന്നത്. പാവ അപ്പൂപ്പൻ ശരിയാണ്. ഈ അമ്മൂമ്മ ഇപ്പൊ ഇജ്ജാതി കൂവലാണ്. ഈ പണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് എന്തായിരുന്നിരിക്കല്ലേ? വീട്ടിൽ ജീവനോടിരുന്നപ്പോൾ ഉള്ള അലറും വിളിയും കൂവലും സഹിക്കാൻ വയ്യാതെ അപ്പൂപ്പൻ വന്ന് മൂലയ്ക്ക് സമാധിയായത്. വീട്ടിനകത്തിരുന്ന് സമാധിയായത് അപ്പൂപ്പൻ നടന്നു വന്ന് അപ്പുറത്തിരുന്ന് സമാധിയായി എന്ന് പറയുന്നത്. വെറുതെ ശല്യം കാരണമാകുമടി. ഇതിന്റെ ഇതെല്ലാം അലമ്പായിരിക്കും വരയ്ക്കകത്ത്. അതാവും അപ്പൂപ്പൻ വയ്യാണ്ട് കിടന്നപ്പോൾ അലമ്പ് കാരണം നിങ്ങളുടെ അലമ്പ് സഹിക്കാൻ വയ്യാതെ കട്ടിലെ നെന്നിട്ട് വന്ന് സമാധി സ്ഥലത്ത് ഇരുന്നാവും. അപ്പോൾ വടിയായി പോയി. എന്നിട്ട് അവിടെ വന്ന് അമ്മൂമ്മയുടെ കൂവലും വിളി അലർച്ചയൊക്കെ. തള്ളയ്ക്ക് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. എന്നാലും അതൊക്കെയാണ് ഈ കമന്റ് സെക്ഷനിൽ നടക്കുന്നത്. നിങ്ങൾ ആരും അറിയാതെ പോലും പോയി ഇതിന്റെ ഒന്നും കമന്റ് സെക്ഷൻ തുറക്കരുത്. ചിരിച്ച് മണ്ണ് തപ്പും. അമ്മൂമ്മയുടെ കൂവല് പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളെ മൃത്യു കണ്ടിട്ടേ തൊടുള്ളൂ. ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കും. ഞാൻ പറയുന്നതിന് അമ്മ ഒന്ന് മിണ്ടാരി മനസ്സിലാക്കി. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവം ഓവറാക്ട് ചെയ്ത് ചെലവാക്കുന്നത്. അമ്മ വിട്ടാട്ടിരി ഞാൻ പറഞ്ഞോട്ടെ. മോന് പറയാൻ പോലും അവസരം കൊടുക്കുന്നില്ല. സ്ക്രീൻ നിറഞ്ഞ അമ്മയാണ്. അഭിലാഷ് ഒരു 30 സെക്കൻഡ് കൊടുക്കുക. അമ്മ അലറിയത് മതി. ഇനി മോനൊരു 30 സെക്കൻഡ് സംസാരിക്കാൻ കൊടുക്കുക. ഇവർക്കൊരു സഹിഷ്ണുത എന്ത് ആ സംഭവം ഇല്ലല്ലോ. മോനെ കൊണ്ട് ഡയലോഗ് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. എന്താണിത്? ഓക്കെ സമയം കൊടുത്ത് ഓ പിന്നെ തുടങ്ങി. എനിക്കൊന്ന് പറയണമെന്ന് മനസ്സിലാക്കണം. ഞങ്ങളൊന്ന് പറയണം മനസ്സിലാക്കണം. ഞങ്ങൾ പറയണം. അമ്മ എന്തോ സ്ലോ ഒക്കെ ചെല്ലുന്നുണ്ട്. അച്ഛന്റെ കർമ്മം മക്കൾ ചെയ്യണത്. അയ്യോ എന്തലർച്ചയാടാ. പിടിച്ച് ഇത് കള്ളക്കളി എന്തത്?
എല്ലാവരുടെയും ഗ്രൂപ്പ് പെർഫോമൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോരുത്തരുടെയും സ്റ്റാൻഡ് അലോൺ പെർഫോമൻസിലേക്ക് പോവാം. ഗ്രൂപ്പ് പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ മോണോ ആക്ടിലേക്ക് പോവാം. ഗ്രൂപ്പ് പെർഫോമൻസിൽ അമ്മൂമ്മ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ മോണോ ആക്ട് നടത്തിയിട്ട് ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഗൈസ് കം ഓൺ. പത്മപീഠത്തിൽ 10:30 ഇരുന്ന് പ്രാണായാമം പൂർത്തിയായി. അതായത് ഈ ഓരോ ജീവകലകൾ ഉണർത്തണം. ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു ധർമ്മപ്രകാരം ഓരോരുത്തർക്കും അവരൊരു സമാധിയാകാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. മനസ്സിലാക്കണം. ഒരാൾ സമാധി ആവണമെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ്? നാട്ടുകാർ സർട്ടിഫിക്കറ്റ് മാറ്റി രചന കയറിയിരിക്കാൻ പറ്റും. സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയാണ് ആവശ്യം. ഒരു അതെ ഞാൻ അംഗീകരിക്കുന്നു. നാട്ടുകാർ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ആർക്ക് സമാധിയാൻ പറ്റുമല്ലോ. ഇപ്പം നാട്ടുകാരോട് ചോദിച്ചിട്ട് നാട്ടുകാരോട് ചോദിച്ചിട്ട് സമാധിയാൻ പറ്റുമോ? ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. സന്തോഷത്തിനൊക്കെ സമാധി ആവട്ടെ, അനുവദിച്ച് കൊടുക്കുക. ഒരിക്കലും ഒരാൾക്ക് സമാധി ഇരിക്കാൻ പറ്റത്തില്ല. നാട്ടുകാരെല്ലാം ഇത്രയും പ്രശ്നമുള്ള നാട്ടുകാർ, ഇത്രയും നാട്ടുകാർ, അതെ ഇത്ര അലമ്പ് നാട്ടുകാർ ഇപ്പം തന്നെ കണ്ടില്ലേ എന്ത് ബഹളം ഇത്. ഒരാളെ മനസ്സമാധാന സമാധിയായിട്ട് മുളിക്ക് കുത്തിയിരിക്കാൻ പോലും നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അവിടെ വന്ന അലമ്പ് വിളി നമ്മൾ കണ്ടാണല്ലോ ആരാ ബഹളം ഉണ്ടാക്കുന്നത്. അവരുടെ ഇടയ്ക്ക് എങ്ങനെ മനുഷ്യന് സമാധാനത്തോടെ സമാധിയാവാൻ പറ്റും? അത് കാരണമാണ് ആരെ അറിയിക്കാതെ പുള്ളിക്കാരൻ ആ മൂലയ്ക്ക് വീടിനകത്ത് പോലും സമാധിയാവാതെ ആ മൂലയ്ക്ക് പോലും സമാധിയായത്. അച്ഛൻ സമാധിയാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂലേ? ഇത് മനസ്സിലാക്കി എൻ്റെ അച്ഛൻ ചെയ്ത് ഒരിക്കലും അങ്ങനെ സമാധി സമയം എൻ്റെ സമാധി ഒരിക്കലും ഭംഗപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ആ സമാധി വേളയിൽ ഒരാളും കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ടെന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞില്ല, ഒരു ഡോക്ടർ വന്ന് വിളിച്ച് എല്ലാം കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ അവർ വന്ന് ആ ദർശനം കാണാൻ പാടില്ല. ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന സമയമാണ് സമാധി സമയം. അവർ വന്ന് നോക്കി അതിനെ ആ ശരീരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല, തൊടാൻ പാടില്ല. അത് അത്ര ചൈതന്യമാണ് സമാധി. ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്. യോഗീശ്വരനാണ്. ഇന്ന് എനിക്ക് അച്ഛനെന്ന് പറയാനും പറയാൻ പറ്റില്ല. ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. ആ ഈശ്വരനാണ് ഇത്രയും ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ വന്നിരുന്ന് സമാധിയിൽ ധ്യാനത്തിൽ ആ ശരീരത്തിന്റെ ആ ആധാര ചക്രങ്ങൾ നടത്തി കുണ്ടലിനി ശക്തികൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇന്നത്തെ ശാസ്ത്ര ലോകത്തിൽ നിന്നും ഇനി കണ്ടുപിടിച്ച് വരുമ്പോൾ ഇനി ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഇനി ആരും സമാധി ആവില്ലല്ലോ. ഇനി സന്യാസിമാർ എന്തിനും സമാധിയാവാതെ വെറുതെ കൊണ്ടൊന്നും ഒരാളെ പിടിച്ചോണ്ടെന്ന് ഇരുത്തിയ സമാധിയാവില്ല. ആ സമാധിയായി. അതെ സന്യാസിമാർ എന്തൊരു ചെയ്യും ഇങ്ങനെ ഇത്രയും നാട്ടുകാർ എല്ലാം ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സന്യാസിമാർക്കൊന്നും സമാധിയാവണ്ടേ? ഇതിന് മുന്നേ ആരും സമാധി ആയിട്ടില്ലേ? നിങ്ങൾ എന്താ ഇപ്പം അറിയുന്നേ? ഇതിന് മുന്നേ ഒരുപാട് ആളുകൾ സമാധി ആയിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ഈ നാട്ടുകാർക്കില്ലാത്ത തിളക്കം എന്താണ്? ഈ കുന്തലിപ്പ് അലമ്പ് നാട്ടുകാർ എന്ത് ചെയ്യാനാ? കുണ്ടലിനി ശക്തികൾ ഉണർത്തി, അച്ഛൻ ആറാധാര ചക്രങ്ങൾ ഉണർത്തി, ഓരോ ജീവകലകൾ ഉണർത്തി പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് അത് തന്നെ ചെയ്ത് സമാധിയിൽ എന്ന് പറയുന്നത് ഒരാൾ മരിക്കുകയല്ല, തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ്. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷം അച്ഛൻ ഈ ചടങ്ങുകളെല്ലാം ചെയ്യണം. അച്ഛനാണ് തുടങ്ങിയാണ്, ഞാനല്ല. ആദ്യം അച്ഛനാണ് ഈ പ്രാണായാമ കലകൾ അച്ഛനാണ് ഉണർത്തേണ്ടത്, ഞാനല്ല ഉണർത്തേണ്ടത്. എനിക്ക് അതായത് വീണ്ടും ജീവൻ ജീവൻ അതാണ് പറഞ്ഞത്. സമാധി എന്ന് പറയുന്ന ജീവൻ പോകലല്ല, അതിൽ ഈ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്ന അമൃത. എന്താണ് കേസ്? മരിച്ചതും ജീവൻ പോയതൊന്നല്ല സമാധിയും മരണം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സമാധി വേറെ, മരണം വേറെ. നമ്മളെപ്പോലുള്ള ലോക്കൽ അലമ്പ് പീപ്പിൾസ് ആണ് മരിക്കുന്നത്. ഇതുപോലെ ആത്മീയ ആളുകൾ സമാധിയാവുകയാണ്, അവർ മരിക്കുന്നില്ല. ഇവിടെ ജീവൻ കാണും, ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്, ആരും കാണാതെ. നീയൊന്നും എൻ്റെ സമാധി കാണാൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഉച്ചയിൽ ഇവിടെ എന്തൊരു ഒളിപ്പിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് ഒളിപ്പിച്ച് പോകും, പിന്നെ അതൊന്നും കാണാൻ പറ്റൂല. അതായത് അച്ഛൻ എല്ലാം പറഞ്ഞിരുന്നു 11:30 ആകുമ്പോഴത്തേക്കും എൻ്റെ കറക്റ്റ് സമാധിയാവും. അപ്പോൾ സമാധിയാകുമ്പോൾ തൻ്റെ എല്ലാം, അതായത് ഈ ശരീരം എല്ലാം ആ ബ്രഹ്മത്തിൽ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ആ ശരീരമെല്ലാം വലിഞ്ഞ് മുറുകി നല്ല സ്ട്രോങ് ആയി ആ പ്രാണൻ അങ്ങ് നിലയ്ക്കും. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ ജീവകലയിൽ അങ്ങ് ചൈതന്യമായി സ്പിരിച്ച് തേജസ്സോട് കൂടി സ്പിരിച്ച് നിൽക്കും. എല്ലാം പറഞ്ഞിട്ടുണ്ട് സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും സമാധി കറക്റ്റ് സമാധിയായി. പക്ഷേ ഈ ചടങ്ങുകൾ ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞാൽ രാത്രിയുടെ 9:30 യാമത്തിലാണ് ബാക്കിയുള്ള ചടങ്ങ്. രാത്രി വരെ ബോഡി എങ്ങനെ വെച്ചിരുന്നു? അതില്ല, ചടങ്ങുകൾ ബാക്കി കിടക്കില്ലേ, ഓരോ ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ. പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ചാൽ ബാക്കി പിന്നീടാണ് നമ്മൾ പോയി എൻ്റെ ചേട്ടൻ പോയി പൂജാദ്രവ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് ചെന്ന് മാറ്റോണ്ടല്ല. സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും ഭസ്മവും സകല പൂജാദ്രവ്യങ്ങളും മാറ്റോണ്ട് വന്ന് ആ സമയം മുതലുള്ള കർമ്മങ്ങളുണ്ട്. നമ്മൾ കാലത്തെ കാപ്പ് പിടിച്ച നമ്മളാണ്, നമുക്ക് പിന്നെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ഇത് ചടങ്ങ് കഴിയാതെ ഒരു ജലപാനം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ പൂജാതി കർമ്മങ്ങൾ തുടങ്ങുന്നത്. സമാധിയായി അച്ഛൻ കറക്റ്റ് സമാധി ഈ ബ്രഹ്മത്തിൽ ലയിച്ച് അവിടെ നിന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങി രാത്രി, അതായത് കഴിഞ്ഞ് 3:30 ബ്രാഹ്മ മുഹൂർത്തമാകുമ്പോൾ നപുംസകശില പാകുന്ന ചടങ്ങുണ്ട്. അതായത് ഉയരം നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിലുണ്ടാക്കിയ സ്ലാബ് അല്ലാതെ മലയാളിയുടെ കൃഷ്ണശിലയാണ്. അതിനാണ് നപുംസകശില എന്ന് പറയുന്നത്. ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഒരു സ്ലാബ് എടുത്തിട്ട് മൂടി അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അപ്പം നപുംസകശില കൊണ്ടാണ് ഇതിന് നടക്കുന്നത്. ഇതിന്റെ ഉയര ലിംഗപ്രതിഷ്ഠ ചെയ്യും. ചൈതന്യത്തോടുകൂടി ശിവൻ ലയിക്കുന്ന ഒരാളാണ്. പിന്നെ പോലീസ് തുറന്ന് പരിശോധിക്കാനാണ് അവരുടെ തീരുമാനം. ഞാൻ അത് ഒരിക്കലും ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഒരു സ്ലാബ് എടുത്തിട്ട് മൂടി അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അപ്പം നപുംസകശില മാട്ടക്കല്ലൊന്നിട്ടല്ല ഗൈസ് മൂടിയിരിക്കുന്നത്, നപുംസകശിലയിട്ടാണ് മൂടിയിരിക്കുന്നത്. മയിലാടി അവിടെ നിന്ന് കൊണ്ടുവന്ന ശിലയിട്ടാണ് മൂടിയിരിക്കുന്നത്. പക്ഷേ സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കല്ല് ലോക്കൽ കല്ലൊന്നും പറ്റില്ല, ഇമ്പോർട്ടഡ് കല്ല് മാത്രമേ പറ്റൂ. മയിലാടിയോ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കല്ല് മാത്രമേ സമാധിയാവാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും സമാധി ആകുകയാണെങ്കിൽ ആ കാര്യം നോട്ട് ചെയ്യുക. ഒരിക്കലും ലോക്കൽ കല്ലൊന്നും വെച്ച് മൂടാൻ പാടില്ല. നമ്മുടെ ഇമ്പോർട്ടഡ് കല്ല് മയിലാടിയിൽ നിന്ന് മാത്രം ഇമ്പോർട്ട് ചെയ്ത കല്ല്
ഉപയോഗിച്ച് മാത്രം സമാധി മൂടുക. ഓക്കെ, സിമെന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സിമെന്റ് ഈസ് ആൻ എക്സെപ്ഷൻ. എന്തെങ്കിലും സിമെന്റ് കുഴപ്പമില്ല. നടക്കുന്നത് ഇതിന്റെ ഉയര ലിംഗപ്രതിഷ്ഠ ചെയ്യും. ചൈതന്യത്തോടുകൂടി ശിവൻ ലയിക്കുന്ന ഒരാളാണ്. ഇന്ന് പോലീസ് തുറന്ന് പരിശോധിക്കാനാണ് അവരുടെ തീരുമാനം. അത് ഒരിക്കലും ഞാൻ താമസിക്കില്ല. കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹിന്ദു സമൂഹത്തിനെ പച്ചയ്ക്ക് വലിച്ചു കയറാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഒരു സമാധിയായ ഒരാളെ കളങ്കപ്പെടുത്താൻ പറ്റില്ല. പവിത്രമായിട്ടുള്ള സമാധിയാണത്. അപ്പോൾ അതിനെ കളങ്കപ്പെടുത്താൻ സമ്മതിക്കില്ല. അത് അവർ വലിച്ചു കയറാൻ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ എനിക്ക് അത് സമ്മതിക്കത്തില്ല. എൻ്റെ പ്രാണം പോയിരുന്നാലും ശരി, ഞാൻ സമ്മതിക്കത്തില്ല. ഞാനത് പ്രാണാഹൂതി ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കാൻ തന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങ് കത്തിച്ചളഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. എൻ്റെ പ്രാണം പോയിരുന്നാലും ഞാൻ അതിന് വേണ്ടി സംരക്ഷിക്കും. എൻ്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ സംരക്ഷിച്ചിരിക്കും. മനസ്സിലായി? നാട്ടുകാർ പറയും പോലെ നല്ല കാര്യങ്ങൾ നാട്ടുകാർക്ക് ഈ അമ്പലം അല്ല, വേറൊരു കാര്യം, ഈ ഒരു ബന്ധു പോലീസിനോട് പറഞ്ഞതേ അച്ഛൻ തീരെ കിടപ്പായിരുന്നു, ഒരു നടന്നു പോയി അവിടെ സമാധി. ഞാൻ പറഞ്ഞുതരാം. ഈ ആയുർവേദം എന്തിനാണ് ഉണ്ടാക്കിയത്? ആയുർവേദം ഉണ്ടാക്കിയത് അഗസ്ത്യ സ്വാമിയാണ്, അഗസ്ത്യ ഗുരുവാണ്. അങ്ങനെ സന്യാസി ശ്രേഷ്ഠനാണ്. എന്തിനാണ് ഈ വാർദ്ധക്യം വരുമ്പോൾ എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. രോഗലക്ഷണം ഇല്ലാത്ത ആദ്യം സുഖമില്ലാത്ത ആളെ തന്നെയായിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. നടന്നു തന്നെയാണ് അച്ഛൻ ക്ഷേത്രത്തിൽ പൂജയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആയുർവേദം എന്തിനാണ്? ചവന മഹർഷി ചവന പ്രാവശ്യം ഉണ്ടാക്കി. എന്തിനാണ്? സന്യാസിമാർക്ക് രോഗം വരും എന്നുള്ള ഒറ്റ കാര്യമാണ് ചവന പ്രാവശ്യം ഉണ്ടാക്കിയത്. എവിടെ സന്യാസിമാർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ചവനപ്രാശം? സന്യാസികൾക്ക് മാത്രം കഴിക്കാനാണ് ചവനപ്രാശം ഉണ്ടാക്കിയത്. ബാക്കിയുള്ളവർക്കൊന്നും ചവനപ്രാശം കഴിക്കാൻ പറ്റൂല. ഓ ഐ സി. സന്യാസിമാർക്ക് മാത്രം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ചവനപ്രാശം. അത് പിന്നെ നമ്മൾ ലോക്കൽ അലമ്പ് പീപ്പിൾസ് തട്ടിയെടുത്തു. ഗൈസ്, നീ ഒന്നും സമാധി അർഹിക്കുന്നില്ല. ഇതൊക്കെ കാരണമാണ് നീ ഒന്നും സമാധി അർഹിക്കാത്തത്. നീയൊക്കെ സന്യാസിമാർ തിന്നുണ്ടാക്കി ചവനപ്രാശം മോഷ്ടിക്കുക, സമാധിയായി വന്ന് കല്ലറ പൊളിക്കാൻ വേണ്ടി വരിക, നിമ്മതി അലമ്പ് കാണിക്കുക. നിനക്കൊക്കെ എങ്ങനെ സമാധിയാകാൻ പറ്റും? നീയൊക്കെ മരിക്കാൻ ചെയ്യും. നീയൊക്കെ മരണം മാത്രമേ അർഹിക്കുന്നുള്ളൂ. നീയൊന്നും സമാധി അർഹിക്കുന്നില്ല. ഓക്കെ, മനസ്സിലാക്കി ബിഹേവ് ചെയ്യുക. അലമ്പ് പീപ്പിൾസിൽ നിന്ന് നല്ല പീപ്പിൾസ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സമാധി കിട്ടും. എങ്കിലേ നിനക്കൊക്കെ ഇതിൻ്റെ വില മനസ്സിലാവും. ചെസ്റ്റ് നമ്പർ 1 നമ്മുടെ ഏതോ ഒരു മൂത്ത മോനാണ്, ഇളയ മോനാന്ന് തോന്നുന്നു. ചെസ്റ്റ് നമ്പർ 1 ഇളയ മോൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെസ്റ്റ് നമ്പർ 2 മമ്മിയുടെ പെർഫോമൻസിലേക്ക് പോകാം. സംഘനാടകത്തിൽ ബെസ്റ്റ് ആക്ട്രസ് ആയ നമ്മുടെ മമ്മിയുടെ മോണോ ആക്ടിലേക്ക് നമുക്ക് പോകാൻ. ഗൈസ്, എന്താണ് ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ പല ആളുകൾ പറയുന്നു. എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാം? നിങ്ങൾക്ക് എന്താണ്? ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല. അതിൽ പല വിവാദങ്ങൾ പറയുന്നു. എന്തൊരു വിവാദം പറയും നിങ്ങൾ? പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ? മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായി? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. കൊടി എവിടെറാ? ക്വസ്റ്റ്യൻ പേപ്പർ കൂടി. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര നേരം ഇവിടെ അമ്മ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര നേരം അമ്മൂമ്മ ബഹളം വെച്ചോണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാതെ ക്വസ്റ്റ്യൻസ് കാണാതെ എന്തുത്തരം പറയും? ഉത്തരം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അമ്മൂമ്മ ഓ ആ ഊ കൂന്ന് കൂവി വിളിച്ചോണ്ടൊക്കെ ഇരുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇജാതി കാന്താര പെർഫോമൻസ് നടത്തേണ്ട ഒരാവശ്യം അമ്മൂമ്മയ്ക്ക് വരില്ലായിരുന്നു. കറക്റ്റ് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ അമ്മൂമ്മ കാന്താര കളിക്കാതെ ഉത്തരങ്ങൾ തന്നേനെ. നമുക്ക് എന്തായാലും ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ പുള്ളിക്കാരൻ സൈഡിൽ നിന്ന് പുള്ളി കൊടുക്കും. അപ്പോൾ അമ്മൂമ്മ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കും. ആര് മരിച്ചു? സമാധി. സംശയമുള്ളതുകൊണ്ട് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് പറ്റൂല? സമാധി അമ്മയ്ക്കൊന്നും പറ്റൂല. പറഞ്ഞ മനസ്സിലാവില്ല. ഇവരൊക്കെ എത്ര വട്ടം പറയണ സമാധിയാണെന്ന്. വിവരമില്ലാത്ത അലമ്പ് നാട്ടുകാർ. ഇവന്മാരൊക്കെ എന്ത് ചെയ്യണ്ടേ? സമാധി എന്ന പദം ഉപയോഗിക്കുക. നമ്മളും ഇങ്ങോട്ട് മരിച്ചു എന്ന പദം ഉപയോഗിക്കില്ല. സമാധി എന്ന പദം മാത്രം ഉപയോഗിക്കൂ. ഈ ദിവസം സമാധിയാവും അമ്മയോട് പറഞ്ഞിരുന്നോ? 2 ദിവസം ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞു സമാധിയാവും. ഞാൻ 2 ദിവസം ഞാൻ പോകും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതൊക്കെ ഇത്രയും പറഞ്ഞു. അത് പറ. എവിടെ പോകുന്നെന്ന് പറഞ്ഞില്ല. അപ്പൊ അമ്മ പിടിച്ച് സമാധിയാക്കിയതാണ്. പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പോവും. അപ്പൊ അമ്മ ചോദിച്ച് എവിടെ പോകുന്നത്? അപ്പൊ അമ്മ പറഞ്ഞു ഗോപൻ ഇപ്പൊ പോണ്ട, കഞ്ഞി കുടിച്ച് അമ്മലിക്ക് അങ്ങനെ പോയി സമാധി ആയിക്കോളാം. അമ്മ ഇല്ലടി തന്നെ. സംഭവം ഇതാണ്. അപ്പൂപ്പൻ എവിടെ പോവാണെന്ന് പറഞ്ഞ് അമ്മമ്മയോട് പറയില്ലെന്നും പറഞ്ഞു. എവിടെ പോയെന്ന് പറഞ്ഞില്ല. അമ്മ പിടിച്ച് സമാധി ആയി കളഞ്ഞ്. അങ്ങനെ ഇപ്പം എന്നോട് പറയാതെ എങ്ങും പോകണ്ട, അവിടെ ഇരുന്നോളാം. പിന്നെ സംസാരിച്ചില്ല. അപ്പം ഞാൻ ചുമ്മാ തമാശ കൂടെ നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സമാധിയാവെന്ന് പറഞ്ഞു. ഷടപടയും സമാധിയായി. അമ്മ വിചാരിച്ചിട്ട് ഇത്ര വട്ടം സമാധിയായി പോകുന്നു. സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ? ഈ സ്ഥലത്ത് പിന്നെ ഞാൻ വരണ്ടേ? കൊള്ളാം. എന്റെ ഭർത്താവ് സമാധിയായി കഴിഞ്ഞ് രാഹുൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലേടാ. അപ്പോൾ എൻ്റെ മോൻ മരിച്ചത് എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം. മക്കളൊക്കെ അമ്മ അവരൊക്കെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത്. ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കില്ല. വന്നും പോയി ആത്മാവിന് ശ്വാസത്തിന് വന്നും പോയാളെ ഞാൻ കണ്ടില്ല. ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം
ഇങ്ങനെ നിവർന്നിരുന്നു. ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ് സമാധി ആയതാണ് അമ്മ. അത് ശരി, കുറച്ച് തുരുപ്പൊക്കെ ഉണ്ടായതെന്നൊക്കെ. എന്നിട്ട് എവിടാടാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും വിവരമില്ലേ പുള്ളിക്കാരൻ വയ്യാണ്ടായ മൊഴി എന്തോ പോയിരുന്ന് സമാധിയായി എന്ന് മോൻ പറഞ്ഞ് ചെന്നപ്പം കുറച്ച് തുടിപ്പ് ഉണ്ടായിരുന്നു, നെഞ്ചത്ത് കുറച്ച് തുടിപ്പുണ്ടായിരുന്നൊക്കെ. ഡോക്ടറെല്ലാം വിളിച്ച് കാണിക്കണ്ടേ? ഇതിപ്പോൾ മോൻ പറഞ്ഞു സാധാരണ ആൾക്കാർ മരിക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ തുടിപ്പ് പോകുന്നത്, ഇത് ഡാഡി കൂൾ സമാധി ആയതാണ്, അതുകൊണ്ട് കുറച്ച് തുടിപ്പൊക്കെ കാണും, എന്നാലും സാരമില്ല, ഇത് സമാധി തന്നെ, സമാധി കൺഫേം. ഡോക്ടേഴ്സിനൊക്കെ മരണം മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റൂ, സമാധി ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. സമാധി കൺഫേം ചെയ്യണമെങ്കിൽ നമ്മുടെ കില്ലാടി യുവാവ് അപ്പുറത്തുണ്ട്, ഇത് എവിടെ പോയെന്തോ, ഫസ്റ്റ് ചെസ്റ്റംബർ 1 പുള്ളി എക്സ്പേർട്ട് ഇൻ സമാധി കൺഫർമേഷൻ പുള്ളിക്കാരനാണ് പറഞ്ഞത്. ഒന്നും നോക്കണ്ട, കല്ലിട്ട് വാർത്തോളാൻ. നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പറഞ്ഞില്ലേ അവർക്കൊക്കെ പറഞ്ഞ ആർക്ക് ശിവന്റെ പരിപാടി സഹിക്കാൻ വയ്യ. അമ്മ മോനെയൊക്കെ പിടിച്ച് തെള്ളുന്നു, ചെറുക്കൻ ഡയലോഗ് പറയാനും സമ്മതിക്കുന്നില്ല. നിനക്ക് വേറെ പെർഫോമൻസ് വേറെ തരാടി, അലറി വിളിച്ച് അമ്മയ്ക്ക് മെയിൻ ആവണം, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, പിടിച്ച് തള്ളി മാറി കിടക്കാം. ഞാൻ കസറട്ടെന്നൊക്കെ അമ്മയുടെ എക്സ്പ്രഷൻ ഒക്കെ നോക്കി. ഈ അലവലായി ചെറുക്കൻ ഡയലോഗ് പറയാനും സമ്മതിക്കുന്നില്ല, ഇടയ്ക്ക് കയറി പട്ടി ഷോ കാണിക്കുന്നതൊക്കെ. അമ്മയുടെ എക്സ്പ്രഷൻ നോക്കി. അടുത്ത് ഇവനെ സമാധിയാക്കിയല്ലോ എന്നാണ് അമ്മമ്മ ഇപ്പൊ ആലോചിക്കുന്നത്. മോൻ ഭയങ്കര അലമാണ് കേട്ടോ. പുള്ളിക്കാരൻ മറ്റുള്ളവരെ പെർഫോം ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഗ്രൂപ്പ് പെർഫോമൻസിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടാത്ത ചുരുക്കാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ബാക്കിയുള്ളവരെ ആരും പെർഫോം ചെയ്യാൻ അനുവദിക്കുന്നില്ല. ചെറുക്ക റിപ്പോർട്ട് ഫുള്ളാക്കാൻ അമ്മയെ സമ്മതിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ആൻസർ ചെയ്യണ്ടേ, വെറുതെ പിന്നെ ഏത് അമ്മൂമ്മ പിടിക്കാൻ ശിവനുണ്ട്, നിങ്ങളെല്ലാം വിട്ടെ, പോ എല്ലാവരും പോ. ഈ സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടമൊക്കെ മരിച്ചവർക്കുള്ളതാണ്, സമാധിക്കാർക്കുള്ളതല്ല. സമാധി ആയാൽ അതിന് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് കീറി കഴിഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ചൊന്നും പുറത്ത് വരും, പവർ പോകും. ഇതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ പഠിക്കാതെയാണോ ഇതൊക്കെ ന്യൂസ് കവർ ചെയ്യാൻ വന്നേക്കുന്നത്? എന്താ ചിന്ത ഇതിനൊക്കെ ചെയ്യേണ്ട? ഈ ലോക്കൽ പീപ്പിൾസൊക്കെ എങ്ങനെ ഒരാൾക്ക് ഇവിടെ സമാധിയാവാൻ പറ്റും? പ്രോപ്പർ റിസർച്ച് ഇല്ലാതെയാണ് ഇവരെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. ഇനി തൊട്ട് അടുത്ത വട്ടം തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ സ്വാമി സമാധിയായി. സമാധിയോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ, പോലീസ് കേസുകൾ, ബഹളങ്ങൾ എല്ലാം നമ്മൾ കണ്ടു. ഇളയ മോൻ്റെയും അമ്മൂമ്മയുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസസും കണ്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇളയ മോൻ്റെ പെർഫോമൻസ് വളരെയധികം നന്നായിരുന്നു. നമ്മുടെ അമ്മൂമ്മയുടെ പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൂത്ത മോൻ വന്ന് ചെറിയ അലമ്പൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിനെല്ലാം അതിശക്തമായിട്ട് നേരിട്ട് കണ്ട് അമ്മൂമ്മയുടെ പെർഫോമൻസ് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എക്സ്ട്രാ പെർഫോമൻസ് നടത്തിയിട്ട് എന്തായാലും മൂത്ത മോൻ്റെ പെർഫോമൻസും കൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഗൈസ്. അതുവരെ ബൈ.